നേരെ പത്തനംതിട്ടയ്ക്ക് പോവാം. പത്തനംതിട്ട നേരെ തിരുവല്ല. തിരുവല്ലയിൽ നിന്ന് ടച്ച് ചെയ്തതിന് മുമ്പേ തിരുവല്ല നിന്ന് കോട്ടയം, പിന്നെ വൈക്കം, പിന്നെ എറണാകുളം, നെടുമ്പാശ്ശേരി എയർപോർട്ട്, തൃശ്ശൂരിൽ നിന്ന് മുമ്പ് ഞങ്ങൾ ചെയ്ത കുന്നംകുളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതല്ല, തൃശ്ശൂർ നേരെ അത് മലപ്പുറത്തേക്കാണ് പോവുക. വയ പട്ടാമ്പി മലപ്പുറം. മലപ്പുറത്ത് നിന്ന് കരിപ്പൂർ എയർപോർട്ട്, then കോഴിക്കോട്, പിന്നെ കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ. ഇങ്ങനെയാണ് 20 സ്റ്റേഷനുള്ളത്. കേരളത്തിൻ്റെ യാത്രകൾക്ക് അതിവേഗത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ഹൈസ്പീഡ് റെയിൽ എന്നത്. പക്ഷേ അതിന് സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി സംയുക്ത പദ്ധതിയായിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സ്ഥലം ഏറ്റെടുപ്പ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ സ്ഥലം ഏറ്റെടുപ്പ് പോലെയുള്ള പ്രതിസന്ധികൾ ആണ്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി പ്രകാരം ഏതാണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള യാത്ര അത് ഏതാനും മണിക്കൂറുകളെ, അതായത് 200 കിലോമീറ്റർ സ്പീഡിൽ ആണ് ട്രെയിനുകൾ സഞ്ചരിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി എത്രത്തോളം പ്രായോഗികമാണ് എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇതിന് കൃത്യമായൊരു കേന്ദ്ര അനുമതിയുണ്ടോ എന്നതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് മെട്രോമാൻ്റെ വാർത്താ സമ്മേളനം പ്രധാനപ്പെട്ടതായി മാറുന്നത്. വളരെ പെട്ടെന്നാണല്ലോ ഈ ഒരു പാതയുടെ വിഭാവനം ചെയ്യുന്നത്. അതായത് അനുമോദ്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെയൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഓഫീസ് തുറക്കുന്നു എന്ന് മെട്രോമാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ വാർത്താ സമ്മേളനം നടത്തി കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അനുമോദ് കേൾക്കാമെങ്കിൽ, അതായത് അഭിലാഷ് ചോദ്യം ആവർത്തിക്കാമോ? യെസ്, അതായത് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ ശ്രീധരൻ്റെ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട്. ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെയൊരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ ശാസ്ത്രീയത സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നുണ്ട്. അഭിലാഷ്, അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഈ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ചുരുക്ക വിവരണം നൽകുന്നത് തന്നെയായിരുന്നു.